നമുക്ക് കൊച്ചിയിലേക്ക് വരാം. കൊച്ചിയിൽ നിന്നൊരു പ്രധാനപ്പെട്ട വാർത്തയെത്തുന്നു. കൊച്ചിയിൽ മംഗളവനത്തിൽ അജ്ഞാത മൃതദേഹം. CMFRI ഗേറ്റിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗേറ്റിന്റെ കമ്പിയിൽ കോർത്ത നിലയിലായിരുന്നു മൃതദേഹം എന്നറിയുന്നു. മംഗളവനത്തിൽ നിന്ന് അലി അക്ബർ ഷാ ചേരുന്നു. അലി അക്ബർ ഷാ, എപ്പോഴാണ് ഈ മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്? എന്തെങ്കിലും സൂചനകളുണ്ടോ? കൊലപാതകമാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, കൊച്ചി മംഗളവനത്തിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു അജ്ഞാത മൃതദേഹം കണ്ടെത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഇവിടെ പോലീസ് ഇപ്പോൾ ഇങ്ങോട്ടുള്ള പ്രവേശനം പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് CMFRIയുടെ ഒരു ഓഫീസ് വരുന്നുണ്ട്. അതിൻ്റെ ഗേറ്റിലാണ് ഇത്തരത്തിൽ ഈ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. ഈ ഗേറ്റിൻ്റെ കമ്പിയിൽ കോർത്ത നിലയിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് പോലീസിന് ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിക്കുന്നതും പിന്നീട് സെൻട്രൽ പോലീസ് ഇവിടെ എത്തി പരിശോധനകൾ നടത്തുകയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഇതിൽ ഏറ്റവും ഒരു വിചിത്രമായ കാര്യം അല്ലെങ്കിൽ ഒരു അസ്വാഭാവികത തോന്നിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ മൃതദേഹം കിടക്കുന്ന രീതിയാണ്. CMFRI കെട്ടിടത്തിന്റെ ഗേറ്റിന്റെ കമ്പിയിൽ കോർത്ത നിലയിലാണ് മൃതദേഹം ഉള്ളത്. അതേസമയം പൂർണ്ണ നഗ്നനായ അവസ്ഥയിലാണ് ഈ മൃതദേഹം ഉള്ളത്. സ്വാഭാവികമായും ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ഈ പ്രദേശത്തേക്ക് എത്തിയതെന്ന കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ പ്രദേശം മംഗളവനം ബേർഡ് സാങ്ച്വറിയാണ്. സ്വാഭാവികമായും ഇതിനകത്തേക്ക് പൂർണ്ണ നഗ്നാവസ്ഥയിൽ അയാൾ എത്തണമെങ്കിൽ അത് എന്ത് സാഹചര്യത്തിലാണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊന്നും ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളം പോലീസിനും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ ഇയാളെ മുൻപ് കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന നിലയിലുള്ള സൂചനയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലുള്ള അപകടമാണോ എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. പ്രദേശത്ത് നിരവധി മരങ്ങളുണ്ട്. സ്വാഭാവികമായും ഒരു ആത്മഹത്യയുടെ സാധ്യത പരിഗണിക്കുകയാണ് എങ്കിൽ മരത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുകയോ വീഴുകയോ എന്തെങ്കിലും ചെയ്തതെന്ന് കരുതാമായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ഇയാൾ പൂർണ്ണ നഗ്നനായ അവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ ആ കാര്യത്തിലും ഒരു അസ്വാഭാവികത നിലനിൽക്കുന്നുണ്ട്. അതൊരു കൊലപാതകമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഒരു ആക്രമണമോ മറ്റെന്തെങ്കിലും നിലയിലുള്ള വിഷയമോ ഇതിൽ നടന്നിട്ടുണ്ടോ, ഒരു ക്രൈം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നത്. ഇവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഇവിടെ പരിശോധനകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. എപ്പോഴാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത്? ഇന്ന് പുലർച്ചെയാണെന്ന് തോന്നുന്നു അല്ലേ? ഈ സാധാരണ ആ ഭാഗത്ത് CCTV ദൃശ്യങ്ങളോ മറ്റെന്തെങ്കിലും ലഭ്യമാണോ? അരുൺ, ഈ പ്രദേശം ഹൈക്കോടതിയുടെ പിൻഭാഗത്ത് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആ രീതിയിലുള്ള ഒരു പ്രദേശമല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസ് ആ നിലയിലുള്ള അന്വേഷണത്തിന് പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പൂർണ്ണ ആരോഗ്യവാനായ ഒരു യുവാവാണ്, ഒരു മധ്യവയസ്കനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ശാരീരികമായി നോക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായ ഉണ്ടായിട്ടുള്ളത്. ഈ രാത്രിയിലൊന്നും ആ ഭാഗത്ത് അങ്ങനെ നിരീക്ഷണമോ കാവലോ ഒന്നും ഇല്ലേ അലി? അരുൺ, ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടെങ്കിൽ പോലും ഈ CCTV സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഈ പ്രദേശത്തേക്ക് അധികമായി ഇല്ല എന്നാണ് പോലീസിൽ നിന്നും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. രാത്രിയിലാണോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്, കൊലപാതകമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലോ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്ന് ആണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം ഈ കമ്പിയിൽ കോർത്ത നിലയിൽ കിടക്കുന്നത് കാണുന്നതും പിന്നീട് സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ പോലീസിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നതും നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആരാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്, ഈ പൂർണ്ണ നഗ്നനായ അവസ്ഥയിൽ ഈ മൃതദേഹം ഇങ്ങനെ കാണപ്പെടുന്ന സാഹചര്യം എന്നതിൽ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പോലീസിന്റെ ഭാഗത്തും ഈ വിഷയത്തിലെല്ലാം ഒരു വ്യക്തത നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. മംഗളവനത്തിൽ നിന്നാണ് അലി അക്ബർ ഷാ നമുക്കൊപ്പം ചേർന്നത്. എന്നാലും അതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും? കണ്ണായൊരു പ്രദേശമാണ്, പക്ഷേ അവിടെ രാത്രികാലങ്ങളിൽ വലിയ കാവലൊന്നുമില്ല. CCTV ദൃശ്യങ്ങൾ പതിയുന്ന ഇടവുമല്ല. അവിടെയെങ്കിലും ലൈറ്റും ആ സമയത്തുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കൊലപാതകമാണോ അതല്ല ആത്മഹത്യാ ശ്രമമാണോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയൊരു നിലയിൽ കാണപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് കാത്തിരിക്കാം.